കഴിഞ്ഞ കുറച്ചായി മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ നമ്മളെ വിട്ട് പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ വീണ്ടും ഒരു മരണവാർത്ത മലയാള സിനിമയെ തേടിയെത്തിയിരിക്കുകയാണ്. മലയാള സിനിമയുടെ പ്രമുഖ നടനായ പ്രേംനസീറുടെ മകനും മലയാള സിനിമാ താരവുമായ ഷാനവാസ് അന്തരിച്ചിരിക്കുകയാണ്. 71 വയസ്സായിരുന്നു അദ്ദേഹത്തിന് മരിക്കുന്ന സമയത്ത്. തിങ്കളാഴ്ച രാവിലെ അസുഖബാധിതനായി തന്നെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. എന്നിരുന്നാൽ കൂടി ഒരു 12:30 ആയതോടുകൂടി അദ്ദേഹം നമ്മളെ വിട്ട് പിരിയുകയായിരുന്നു. വൃക്കരോഗത്തിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. വഴുതക്കാട് ആകാശവാണി ഫ്ലാറ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. മലയാളം, തമിഴ് എന്നീ നിരവധി സിനിമകളിൽ 96 സിനിമകളോളം അദ്ദേഹം തന്റെ കരിയറിൽ ചെയ്തിട്ടുണ്ട്. ഇരുവരും ഒരു സിംഹം എന്ന സിനിമയിൽ അദ്ദേഹം അച്ഛനുമൊപ്പം ആദ്യമായി അഭിനയിച്ചു. ബാലചന്ദ്രനെ സംവിധാനം ചെയ്ത പ്രേമഗീതം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം തന്നെ സിനിമയിലേക്കുള്ള വരവ് കുറിക്കുന്നത്. പിന്നീട് അദ്ദേഹം നിരവധി സിനിമകൾ ചെയ്തു. അതിൽ അച്ഛനൊപ്പവും ഒരുപാട് സിനിമകൾ ചെയ്തു. ആദ്യം സിനിമയ്ക്ക് ശേഷം പിന്നീട് 7ഓളം സിനിമയാണ് അച്ഛനോടൊപ്പം തന്നെ കൂടെ അഭിനയിച്ച് ചെയ്തത്. ജനഗണമനയാണ് അദ്ദേഹത്തിന്റെ അവസാന ചിത്രം. 1981 ബിരുദ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം പ്രേമഗീതം എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്തിലേക്ക് അരങ്ങം കുറിക്കുന്നത്. 25ഓളം സിനിമകളിൽ നായകനായി അഭിനയിച്ചു. ഒട്ടേറെ സിനിമകളിൽ വില്ലനായും ഒരുപാട് ടെലിവിഷൻ പ്രോഗ്രാമുകളിലും ടെലിവിഷൻ സീരിയലുകളിലെല്ലാം തന്നെ മുഖ്യ വേഷങ്ങളും താരം ചെയ്തിട്ടുണ്ട്. നസീറുടെ മരണത്തിനു ശേഷം അദ്ദേഹം സിനിമാ രംഗത്ത് നിന്ന് ചെറിയൊരു ഗ്യാപ്പ് എടുക്കുകയായിരുന്നു. പിന്നീട് സിനിമയിൽ നിന്ന് ഉപേക്ഷിച്ച് ഗൾഫിലെ ഷിപ്പിംഗ് രംഗത്തെല്ലാം തന്നെ താരം സജീവമാകാൻ തുടങ്ങി. അതിനുശേഷമാണ് വീണ്ടും സീരിയലിൽ അഭിനയിക്കാൻ തുടങ്ങിയതും പിന്നീട് സിനിമയിലേക്ക് വീണ്ടും ഒരു വഴിത്തിരിവ് പോലെ അദ്ദേഹം എത്തിപ്പെടുന്നതും. പരേതിയായ ഹബീബ ബീവിയാണ് അദ്ദേഹത്തിന്റെ മാതാവ്. ഭാര്യ ആയിഷ ബീവി. ഷാനവാസിന്റെ മരണവാർത്ത കേട്ട് നിരവധി താരങ്ങളും നിരവധി ആരാധകരുമാണ് ഇപ്പോൾ അവസാനമായി തന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിച്ചേരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച 8 മണിയോടെയായിരുന്നു പ്രമുഖ മിമിക്രി സിനിമ സീരിയൽ താരമായ നവാസ് അന്തരിച്ചത്. നവാസിന്റെ വിയോഗ വാർത്ത മലയാളികളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പുറത്തു വന്നത്. അതിന്റെ 2-3 ദിവസങ്ങൾക്ക് ഇപ്പുറം മാത്രം തന്നെയാണ് പ്രമുഖ സിനിമാ താരം ഷാനവാസിന്റെ മരണം സംഭവിക്കുന്നത്. മലയാള സിനിമയ്ക്ക് വലിയൊരു തീര നഷ്ടങ്ങൾ തന്നെയാണ് ഈ അടുത്തിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്നും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിരവധി താരങ്ങളാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.